കൂട്ടുകാരെ, എല്ലാ മക്കൾക്കും ഫിറ്റ് മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനമാണ് കേട്ടോ. അതിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ഹരിതഭൂമിയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. എന്താണ് മക്കളെ ഹരിതഭൂമി എന്ന് പറഞ്ഞാല്? ഹരിതം എന്ന് പറഞ്ഞാല് പച്ച ഭൂമി, അതായത് പച്ചപ്പ്. അപ്പൊ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്താണ്? സസ്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വരുന്നത് ഒരു പാട്ടാണ് കേട്ടോ. എന്താണ് അതിന്റെ പേര്? തൊട്ടുവാ പൈങ്കിളിയേ. നമുക്കൊന്ന് പാടി നോക്കിയാലോ? തെയ്യക്കൻ 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 താര മാമരം തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട മരമേത്? മരം അതിൻ പേരെന്ത്? വലുതെന്നോ ചെറുതെന്നോ പറയാമോ? തെയ്യക്കം 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 താര പൂവെന്നു തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട പൂവേത്? പൂവിന്റെ പേരെന്ത്? പൂവതിൻ നിറമെന്ത് പറയാമോ? തെയ്യക്കം 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 താര ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയെ. കിളി തൊട്ട ഇലയേത്? ഇലയതിൻ പേരെന്ത്? ഇല തന്നാകൃതി പറയാമോ? എന്താണ് തൊട്ടുവാ പൈങ്കിളിയെ എന്നല്ലേ ഈ ഒരു പാഠത്തിന്റെ പേര്. എന്താ പറയുന്നത് അതില്? മാമരം തൊട്ടുവാ പൈങ്കിളിയെ, എന്നിട്ടോ കിളി തൊട്ട മരമേത്? മരം അതിൻ പേരെന്ത്? വലുതെന്നോ ചെറുതെന്നോ പറയാമോ? ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലാസ്സിൽ ഒരു കളിയായിട്ട് പാടി ഒരു പാട്ട് പാടി, ഒരു കളിയിലൂടെ ഒരു പാട്ട് പാടിയിട്ട് കളിക്കാട്ടോ, മരങ്ങളൊക്കെ തൊട്ടിട്ട്. ഇനി നോക്കൂ, പാട്ട് പാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്കും കളിച്ചാലോ? എന്താണ് ക്ലാസ്സിൽ കളിക്കേണ്ട ഒരു കളിയാണ് കേട്ടോ ഇത്. കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ ഈ ഒരു പാട്ട് പാടിയിട്ട് കളിക്കുക. കളിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ചുറ്റുപാടുള്ള പുറത്തിറങ്ങിയിട്ട് ഏതൊക്കെയോ സസ്യങ്ങളാണോ ഉള്ളത് അതൊക്കെ തൊട്ടിട്ടാണ് നിങ്ങൾ കളിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ തൊട്ട സസ്യങ്ങൾ ഏതൊക്കെയാണെന്നും ഇതുപോലെ ഏതൊക്കെ സസ്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെന്നൊക്കെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണം. എന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്നത് ഏതാണ്? മുല്ല, ചെമ്പരത്തി, മാവ്, പുളി, പാവല്, തൊട്ടാവാടി, മന്ദാരം, തുളസി, പ്ലാവ്, തേക്ക്, ആഞ്ഞിലി, തെങ്ങ്. ഇതൊക്കെ മക്കൾക്ക് അറിയാമോ? ഇനി ഇതിൽ കൂടുതൽ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതി ചേർക്കുക. അടുത്തത് നോക്കൂ മക്കളെ, ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. അപ്പൊ എന്താണ്? സൈറ ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ് അല്ലേ. ഒരു തണ്ടാണ് ഇപ്പൊ വരച്ചിട്ടുള്ളത്. ഇനി ചിത്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വരച്ചു ചേർക്കാനുള്ളത്? ഇനി എന്നിട്ട് ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കണം. അപ്പൊ എന്താണ്? വേരാണ് ഇപ്പൊ അവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. ഇനി ബാക്കി ഏതൊക്കെയാണ് മക്കളെ വരുന്നത്? ഏതൊക്കെയുണ്ട് ഇനി? ഇല, തണ്ട്, കായ, പൂവ്, ഇതെല്ലാം വരും അല്ലെ ഒരു ചെടിയില്. അപ്പൊ മക്കള് ഈ ചെടിയിൽ പറയുന്ന ഭാഗങ്ങളൊക്കെ വരച്ചു ചേർക്കുക കേട്ടോ. ഇനി സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടാം. തണ്ടിന്റെ വേറൊരു പേരാണ് എന്ത്? കാണ്ഡം. ഇല, പത്രം, വേര്, മൂലം. തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? നിങ്ങൾക്കറിയുന്ന സസ്യങ്ങൾ എല്ലാം കാണാൻ ഒരുപോലെയാണോ മക്കളെ? ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ. എന്തെല്ലാം വ്യത്യാസങ്ങളാണ്? വലുപ്പമുണ്ട്, പിന്നെയോ വലുതാണ് ചിലത്, ചെറുതുണ്ട്, വണ്ണം കുറഞ്ഞ തണ്ടുണ്ട്, വണ്ണം കൂടിയ തണ്ട്, മൃദുവായ തണ്ട്, മൃദു എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തണ്ട്, കാഠിന്യമേറിയ തണ്ട് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തണ്ട്, പിന്നെ കുറച്ചു കാലം നിലനിൽക്കുന്നത്, കൂടുതൽ കാലം നിലനിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് തരമുണ്ട് അല്ലെ. പലതരം സസ്യങ്ങളുണ്ട്. ഇനി ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അതിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ടോ ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വലിപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്? അതുപോലെ ഇവ എത്ര കാലം നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ താഴെയുള്ള ഒരു പട്ടിക കണ്ടോ? ആ പട്ടികയിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു പട്ടിക പൂർത്തിയാക്കേണ്ടത്. മക്കളെ ചുവടെയുള്ള പട്ടിക നോക്കൂ, എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുള്ളത്?
ആ ഇത്രയാണ് 3 കോളങ്ങളുണ്ട് അല്ലെ. ഒന്നിലെ സസ്യം, പിന്നെ തണ്ട്, വലുപ്പം, നിലനിൽക്കുന്ന കാലം. ആ തണ്ട് എന്നതിൽ തന്നെ എന്താണുള്ളത്? മൃദുവായത്, കാഠിന്യമുള്ളത്, വളരെ കാഠിന്യമുള്ളത്. ഇനി വലുപ്പം എന്ന കോളത്തില് ചെറുത്, ഇടത്തരം, വലുത്. നിലനിൽക്കുന്ന കാലം, മാസങ്ങള്, വർഷങ്ങള്, വളരെ അതിവർഷങ്ങള്. സസ്യത്തിൽ എന്തൊക്കെയാ ഇപ്പൊ കൊടുത്തിട്ടുള്ളത്? ചീര കൊടുത്തിട്ടുണ്ട്, ചെമ്പരത്തി കൊടുത്തിട്ടുണ്ട്, മാവ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിനനുസരിച്ചിട്ട് ഓരോന്നിൽ ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഉദ്യാനത്തിലുള്ള എന്താണ് ആ ഒരു സസ്യങ്ങളെ നിരീക്ഷിച്ചിട്ടാണ് ബാക്കി പട്ടിക പൂർത്തിയാക്കേണ്ടത്. അപ്പൊ കുറച്ച് സസ്യങ്ങളുടെ പേര് ഞാനിവിടെ കൊടുക്കാം, എന്നിട്ട് പട്ടികയോടെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ മക്കളും ചെയ്യട്ടോ. ചീര കൊടുത്തിട്ടുണ്ട്. ചീരയുടെ തണ്ട് എങ്ങനെയുള്ളതാണ്? മൃദുവായതാണ് അല്ലെ. പിന്നെയോ വലുപ്പം ചെറുതാണ്. നിലനിൽക്കുന്ന കാലം എത്രയാണ്? മാസങ്ങൾ മാത്രമാണ് കേട്ടോ. ചെമ്പരത്തി കാഠിന്യമുള്ള തണ്ടാണ്, ഇടത്തരം വലുപ്പമാണ്, വർഷങ്ങളോളം നിലനിൽക്കും. മാവോ വളരെ കാഠിന്യമുള്ളത്, വലിയതാണ്. പിന്നെയോ വളരെ അധികം വർഷങ്ങൾ. അധികം വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ. മാവൊക്കെ നിങ്ങൾക്ക് അറിയാലേ, നമ്മൾ ചെറുതിലേ നട്ട മാവ് തൈയൊക്കെ കാണാൻ നമ്മൾ എത്രയോ വലുതായി നമ്മുടെ മുത്തശ്ശിയൊക്കെ ആവുന്ന കാലത്തോളം നിൽക്കുന്ന മാവുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നെല്ല് മൃദുവായതാണ്, ചെറിയതാണ്. പിന്നെയോ നെല്ലിന്റെ നിലനിൽക്കുന്ന കാലം മാസങ്ങളാണ്. അതുപോലെ തെങ്ങ്, തെറ്റി, ആല്, റോസ്, തൊട്ടാവാടി, മഷിത്തണ്ട്, പാവല ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഓരോന്നിനനുസരിച്ചിട്ട് ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ചുറ്റുപാടിൽ ഒരുപാട് സസ്യങ്ങൾ ഉണ്ടാവും അല്ലെ മക്കളെ. അതൊക്കെ നോക്കി നിരീക്ഷിച്ചിട്ട് ഇതുപോലെ ഒരു പട്ടിക പൂർത്തിയാക്കുക. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണ്? അത് എഴുതുക. നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങൾ വലുപ്പം, തണ്ട്, നിലനിൽക്കുന്ന കാലം എന്നിവയിൽ വ്യത്യാസമുള്ളവയാണ്. ചില സസ്യങ്ങളുടെ തണ്ട് മൃദുവായതും ചില സസ്യങ്ങളുടെ തണ്ട് കാഠിന്യമുള്ളവയുമാണ്. എന്നാൽ ചില സസ്യങ്ങളുടെ തണ്ട് വളരെയധികം കാഠിന്യമുണ്ട്. മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സസ്യങ്ങളും വർഷങ്ങളോളം നിലനിൽക്കുന്ന സസ്യങ്ങളും വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്ന സസ്യങ്ങളുമുണ്ട്. മൃദുവായ തണ്ടുകളും വലിപ്പം കുറഞ്ഞതുമായ സസ്യങ്ങൾ കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നവയാണ്. വളരെ കാഠിന്യമുള്ള തണ്ടുകളും വലിപ്പവുമുള്ള സസ്യങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നവയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അത് എഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത് നോക്കൂ, സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരം തിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. അപ്പൊ ആദ്യം എന്താണ്? ചീരയാണല്ലേ. എന്താ പറയുന്നത്? എന്നെയും എന്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. എന്തൊക്കെ പ്രത്യേകതകളാണ് ചീരക്കുള്ളത് മക്കളെ? തണ്ട് മൃദുവാണ് അല്ലെ. ചീരയുടെ തണ്ട് കണ്ടിട്ടില്ലേ? വളരെ മൃദുവാണ്. നമ്മളത് കറി വെക്കാനൊക്കെ ആയിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും അല്ലെ. പിന്നെ ആഴത്തിൽ വേരോട്ടമില്ല. നിങ്ങൾ ചീരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പറിച്ചു നോക്കി അറിയാം, പെട്ടെന്ന് നമുക്കത് മണ്ണിൽ നിന്ന് പറിച്ചു കിട്ടും. അതെന്തുകൊണ്ടാണ്? ആഴത്തിൽ വേരോട്ടമില്ല. ഇനിയും ഇതുപോലെ ഒരുപാട് സവിശേഷതകളുണ്ട് അല്ലെ. അതെന്തൊക്കെയാണ്? തണ്ട് മൃദുവാണ്, ആഴത്തിൽ വേരോട്ടമില്ല, കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നു, ചെറിയ സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നു. അപ്പൊ ഇത്രയും സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ കൂടി നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. അടുത്തത് നോക്കൂ. അടുത്ത എന്തിന്റെ ചിത്രമാണ് മക്കളെ തന്നിട്ടുള്ളത്? മാങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ്? മാവ് അല്ലേ, വലിയൊരു മരം. അപ്പൊ എന്താണ് പറയുന്നത്? വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളാണ് മരങ്ങൾ, ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. വലിയ മരങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കളെ? വളരെ കാഠിന്യമുള്ള തണ്ട്. തണ്ട് കണ്ടിട്ടില്ലേ? മരക്കൊമ്പ് വളരെ കട്ടിയുള്ള മരക്കൊമ്പായിരിക്കും അല്ലെ. ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? വളരെ ഉയരത്തിൽ വളരുന്നു, വളരെ കാഠിന്യമുള്ള തണ്ടുകളുണ്ട്, ആഴത്തിൽ വേരോട്ടമുള്ളവയാണ്, ദീർഘകാലം നിലനിൽക്കുന്നവയാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ കൂടി നിങ്ങൾ എഴുതി ചേർക്കുക. അടുത്ത എന്ത് ചെടിയാ മക്കളെ? ചെമ്പരത്തിയാണ് അല്ലേ. എന്താ പറയുന്നത്? തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണേ, ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. കട്ടിയുള്ള തണ്ടാണ്. പിന്നെന്തെല്ലാം പ്രത്യേകതകളാണ് ചെമ്പരത്തിക്ക് നിങ്ങൾ കണ്ടിട്ടുള്ളത്? കട്ടിയുള്ള തണ്ടുകളുണ്ട്, ഇടത്തരം വലുപ്പമുള്ള സസ്യമാണ് അല്ലെ. ചെമ്പരത്തി ഒരുപാട് വലിയ മരമായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു എന്താ ചീര പോലെ ചെറുതായിട്ടല്ലല്ലോ വളരുന്നത്. ഇടത്തരം വലുപ്പമുള്ള സസ്യമാണ്. പിന്നെ വളരെ ഉയരത്തിൽ വളരുന്നവയല്ല. ഒരുപാട് അങ്ങ് മരം പോലെ ഉയരത്തിൽ വളരുന്നവയല്ല. ദീർഘകാലം ജീവിക്കുന്നവയാണ്. ഇടത്തരം വലുപ്പമുള്ളതാണെങ്കിലും കൂടി എന്താണ്? ഒരുപാട് കാലം ജീവിക്കുന്ന സസ്യമാണ് ചെമ്പരത്തി. ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാം ആയിരിക്കും? പട്ടിക പൂർത്തിയാക്കൂ. മക്കളെ താഴെ
ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലെ, 3 കോളങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ. അതിൽ ഔഷധികളിൽ എന്താണ് വരുന്നത്? ചീര. കുറ്റിച്ചെടികളിൽ ചെമ്പരത്തി. മരങ്ങൾ എന്നതിൽ മാവ് വരുന്നുണ്ട്. ഇനി ഇവയുടെ കൂട്ടത്തിൽ പെട്ടവർ വേറെ ആരൊക്കെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കണം. എന്തൊക്കെയാണ് അപ്പോൾ? ഔഷധികളിൽ ചീര വരും, നെല്ല്, തുമ്പ, മുക്കുറ്റി, മഷിത്തണ്ട്, വാഴ, ഗോതമ്പ്. ഇനി കുറ്റിച്ചെടികളിൽ ചെമ്പരത്തി, തെറ്റി, റോസ്, പിന്നെയോ കാപ്പി, തേയില, തുളസി, കൃഷ്ണകിരീടം. മരങ്ങളില് മാവ്, പ്ലാവ്, പുളി, ആൽ, തേക്ക്, കാഞ്ഞിരം, ഞാവല്. ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതി ചേർക്കുക. നോക്കൂ, ചേർത്ത് വരയ്ക്കോ. എന്തൊക്കെയാണ്? ഇവിടെ ഒരുപാട് ചെടികൾ ചുറ്റിലും തന്നിട്ടുണ്ട് അല്ലെ, സസ്യങ്ങള്. അതിൽ കുറ്റിച്ചെടികൾ, ഔഷധികൾ, മരങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗമാണ് തന്നിട്ടുള്ളത്. ഇനി ആ ചെടികളെ നിങ്ങൾ എന്താണ് ചേർത്ത് വരക്കണം. കുറ്റിച്ചെടികളിൽ ഏതെല്ലാം വരും, ഔഷധികളിൽ ഏതെല്ലാം വരും, മരങ്ങളിൽ ഏതെല്ലാം വരും എന്ന് ഓരോ പേരിന്റെ നേരെ ഓരോ ചെടികൾ നിങ്ങൾ വരച്ചു കൊടുക്കുക. അതിന് നേരെ ഓരോ ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെയാണ് കേട്ടോ വരച്ചു കൊടുക്കേണ്ടത്. അപ്പൊ കുറ്റിച്ചെടികളിൽ എന്തെല്ലാം വരും? റോസ് വരുന്നുണ്ട്, പിന്നെയോ ചെമ്പരത്തി വരുന്നുണ്ട്. ഔഷധികളിൽ എന്തെല്ലാമാണ് വരുന്നത്? ഔഷധികളില് ചീര വരുന്നുണ്ട്, മുക്കുറ്റി വരുന്നുണ്ട്. മരങ്ങൾ എന്നതിൽ പിന്നെ ഔഷധികളിൽ നെല്ലുകൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ മരങ്ങൾ എന്നതിൽ എന്തെല്ലാമാണ്? തെങ്ങ്, ആല്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചേർത്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വള്ളിച്ചെടികളെ കുറിച്ച് നോക്കാം. കൂട്ടുകാരെ, ഞങ്ങളും ഇവിടെ ഉണ്ടേ. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. എന്തെല്ലാം പ്രത്യേകതകളാണ് മക്കളെ വള്ളിച്ചെടികൾക്കുള്ളത്? വള്ളികളായി പടരുന്നു, നിവർന്നു നിൽക്കാൻ കഴിയില്ല. പിന്നെയും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലേ. എന്തെല്ലാണ്? നിങ്ങൾ പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. അപ്പൊ ആദ്യം നമുക്ക് വള്ളിച്ചെടികളുടെ പ്രത്യേകതകൾ നോക്കാം. എന്തെല്ലാണ്? നീളമുള്ളതും മെലിഞ്ഞതുമായ തണ്ടുകൾ, ആഴത്തിൽ ഓടുന്ന വേരുകളില്ല. എന്തൊക്കെയാണ്? നീളമുള്ളതും മെലിഞ്ഞതുമായിട്ടുള്ള തണ്ടുകളാണ്. പിന്നെ വേരുകൾ ആഴത്തിൽ ഓടുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ മണ്ണിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ അല്ലെ വേരുകൾ. അങ്ങനെ ആഴത്തിൽ ഓടാത്ത വേരുകളാണ് വള്ളിച്ചെടികൾക്ക് ഉണ്ടാവുക. വള്ളിച്ചെടികൾക്കുള്ള ഉദാഹരണം എന്തൊക്കെയാണ്? മുന്തിരി, വെള്ളരി, കോവല്, ഇത്തിൽക്കണ്ണി, മധുരക്കിഴങ്ങ്, കുരുമുളക്, പടവലം, കുമ്പളം, ശതാവരി, വെറ്റില, തണ്ണിമത്തൻ. ഇതെല്ലാം എന്താണ്? വള്ളിച്ചെടികളാണ് അല്ലെ. ഇനി ഇതിൽ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എഴുതി ചേർക്കുക. മക്കളെ, വള്ളിച്ചെടികൾ 2 തരമുണ്ട്. നിലത്ത് പടർന്നു വളരുന്നവയും മറ്റു മരങ്ങളിലും മതിലുകളിലും ഒക്കെ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വരുന്നവയും. നിലത്ത് പടർന്നു വളരുന്നവ ഏതൊക്കെയാണ്? മത്തന്, വെള്ളരി. ഇനി താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയാണ് പാവല്, മുന്തിരി. അടുത്ത നോക്കൂ, സസ്യങ്ങൾ ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. കൂടുതൽ ജലസസ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. ജലത്തിലും വളരുന്ന സസ്യങ്ങളാണ് എന്ത്? ജലസസ്യങ്ങൾ. കണ്ടിട്ടുണ്ടോ മക്കള് ജലസസ്യങ്ങള്? എന്തൊക്കെയാണ് ജലത്തിൽ വളരുന്ന സസ്യങ്ങള്? എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകള്? ജലസസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാല്, ജലത്തിൽ വളരുന്ന സസ്യങ്ങള് അഴുകുന്നില്ല. അതുപോലെ തന്നെ ജലത്തിന്റെ ഉപരിതലത്തിൽ ഇലകളും പൂക്കളും പൊങ്ങിക്കിടക്കുന്നു. തണ്ടുകൾക്ക് നീള കൂടുതലുണ്ട്. ഇലകളിൽ മെഴുകുപോലുള്ള ആവരണമുണ്ട്. അതുകൊണ്ട് ഇലകളിൽ വെള്ളം പറ്റിപ്പിടിക്കുന്നില്ല. ഇനി അത് ഏതൊക്കെയാണ് ജലസസ്യങ്ങള്? താമര, ആമ്പല്, അസോള, കുളവാഴ, നീർവാഴ, ആഫ്രിക്കൻ പായല്, കരിമ്പായല്. ഇതൊക്കെ എന്താണ്? ജലസസ്യങ്ങളാണ്. ഇവയൊന്നും ജലസസ്യങ്ങൾ എന്താണ്? ഇവയൊന്നും വെള്ളത്തില് അഴുകി പോകൂല. അതുപോലെ തന്നെ ഇതിന്റെ ഇലകളും പൂക്കളൊക്കെ ഇങ്ങനെ ഉപരിതലത്തിൽ ജലത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. തണ്ടുകൾക്ക് നീള കൂടുതലുണ്ട്. താമരയൊക്കെ കണ്ടിട്ടില്ലേ? താമര, ആമ്പല് ഇതിന്റെയൊക്കെ തണ്ടുകൾക്ക് നല്ല നീള കൂടുതലായിരിക്കും. പിന്നെ ഇലകളിൽ മെഴുകുപോലുള്ള ആവരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇലകളിൽ വെള്ളം ഇങ്ങനെ പറ്റിപ്പിടിക്കൂല. വിത്തിനുള്ളിലെ ജീവൻ വായിച്ചു നോക്കാം. സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറക്കുക. 3 or 4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് വെക്കുക. മണൽ നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് നിരീക്ഷിക്കൂ. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ചിത്രവും വരച്ചു ചേർക്കൂ. എന്താണ് നമ്മള് വിത്ത് മുളപ്പിക്കുന്നതിനെ കുറിച്ചാണല്ലേ. എന്താണ് ആ വിത്ത് പറയുന്നത്? ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി.
വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം. അപ്പൊ വിത്ത് മുളപ്പിക്കേണ്ട രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ആദ്യം സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറക്കുക. എന്നിട്ട് 3-4 പയറ് വിത്തുകൾ മണലില് അല്പം താഴ്ത്തി ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് വെക്കുക. മണല് നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് നിരീക്ഷിക്കുക. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നതെന്നാണ് ചോദിക്കുന്നത്. വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്ന ഏതു ഭാഗമായിരിക്കും? ഏതു ഭാഗമാണ് മക്കളെ? ഇലയാണല്ലേ. ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്തതിന്റെ പരിസര പഠന പുസ്തകത്തില് എഴുതൂ. ചിത്രവും വരച്ചു ചേർക്കൂ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണ് കേട്ടോ. ഇനി അതിന്റെ ചിത്രം ഇതാ ഇങ്ങനെ ഇരിക്കും. വിത്ത് മുളപ്പിക്കാം ഈ രീതിയിലാണ് കേട്ടോ. ആദ്യം എന്താണ്? സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറക്കുക. കണ്ടോ ആദ്യത്തെ ചിത്രം. പിന്നെ 3-4 പയർമണികൾ മണലിൽ അല്പം താഴ്ത്തി വെക്കുക. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇനി മൂന്നാമത്തെ ചിത്രം മണൽ നനച്ചു കൊടുക്കുക. ഇനി ഓരോ ദിവസവും ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. കണ്ടോ അങ്ങനെ ഓരോ ഇലകൾ മുളച്ചു, പിന്നെ ഒരുപാട് ഇലകൾ വന്നു, പിന്നെ ഒരു ചെറിയൊരു തൈ ആയി വന്നു അല്ലേ. അപ്പൊ ഇതേ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷണം ചെയ്യേണ്ടത് കേട്ടോ മക്കളെ. ഞാനും എന്റെ ചെടിയും നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതും ഒക്കെ നിരീക്ഷിക്കണേ. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പരീക്ഷണമാണ് കേട്ടോ. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണ്. എന്നിട്ട് എന്താണ്? പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കണം. അതിൽ എന്തെല്ലാം ഉണ്ട്? വിത്തിന്റെ പേര്, വിത്ത് നട്ട തീയതി, മുള വന്ന ദിവസം, ആദ്യ ഇല വിരിഞ്ഞ തീയതി, 2 ഇലകൾ വന്ന തീയതി, 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെടിക്കുണ്ടായ വ്യത്യാസങ്ങള്, പിന്നെ ഉയരത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? ഉയരത്തില്, വണ്ണത്തില്, ഇലകളുടെ എണ്ണത്തില്, പിന്നെ പൂ വന്ന തീയതി, കായ് വന്ന തീയതി, ഇതെല്ലാം നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. മക്കൾ ചെയ്ത് നോക്കേണ്ട പരീക്ഷണമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഒരു വിത്ത് നട്ടു മുളപ്പിക്കുക. വെളിച്ചമുള്ള സ്ഥലത്ത് വേണം വിത്ത് നടാന്. ചെടി വളരാൻ ആവശ്യമായ വെള്ളവും വളവും നൽകുക. തണ്ട്, ഇല, പൂക്കൾക്കായി എന്നിങ്ങനെ ഓരോന്നും ഉണ്ടാവുന്ന ഘട്ടങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. അപ്പൊ ഈ ഒരു ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ചെയ്യട്ടോ. എന്നിട്ട് അതിന്റെ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കുക. ഇനി നോക്കൂ, വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ ഉണ്ടല്ലോ മക്കളെ. അത് ഏതൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ്? 2 കുട്ടികൾ പറയുന്നത് നോക്കൂ. ഈ കറിവേപ്പിന്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതെല്ലാം. പെൺകുട്ടി എന്താ പറയുന്നത്? ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കറിവേപ്പൊക്കെ അങ്ങനെയാണ്. വേരിൽ നിന്നാണ് കറിവേപ്പിന്റെ തൈകൾ ഉണ്ടാവുന്നത്. ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇല ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഇലമുളച്ചി എന്ന് പറയുന്ന ചെടിയുടെ തൈ ഉണ്ടാകുന്നത്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തന്, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരം തിരിച്ച് എഴുതുക. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ്? വിത്ത്, വേര്, കാണ്ഡം, ഇല. ഇനി എന്തൊക്കെയാണ്? നടുന്ന ഭാഗം അനുസരിച്ചിട്ട് ഇവയെ തരം തിരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് വെച്ചിട്ട് ഏതൊക്കെ ചെടിയാണ്, അതുപോലെ വേര് വെച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്, കാണ്ഡം വെച്ചിട്ടുള്ളത്, ഇല വെച്ചിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് വെച്ചിട്ട് ഏതൊക്കെയാണ് മക്കളെ? ഇതില് മത്തന്, പ്ലാവ്, വേരിലുള്ളത് കടപ്ലാവ്, കാണ്ഡം ചെത്തി, ചെമ്പരത്തി, റോസ്, മുല്ല, ഇതൊക്കെ എന്താ? കാണ്ഡം അല്ലെങ്കിൽ തണ്ട് വെച്ചിട്ടാണ്. ഇല വെച്ചിട്ട് നിശാഗന്ധി. അപ്പം ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ. സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറക്കുക. വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വെക്കുക. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുമുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വെക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കേണ്ട പരീക്ഷണമാണ്. അതായത് 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറക്കുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒട്ടും വെള്ളം ഇല്ലാതെ വെക്കുക. എന്നിട്ട് വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായിട്ടുള്ള 3 മഷിത്തണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട്
എന്താ ചെയ്യേണ്ടത്? ടെസ്റ്റ് ട്യൂബ് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. എന്നിട്ട് നോക്കുക എന്താണ് ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന്. എന്തായിരിക്കും എന്നറിയോ മക്കൾക്ക്? ഇത് മക്കൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം കേട്ടോ. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അല്ലേ? ആ വെള്ളത്തിൽ വെച്ച ചെടി എന്തായിരിക്കും? അപ്പൊ വെയിലത്ത് വെച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ടാവും അല്ലെ ആ ചെടി. അപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് വെക്കുന്ന സമയത്ത് എന്താണ്, വെള്ളം വലിച്ചെടുത്ത് ആ മഷിത്തണ്ട് എന്തായിരിക്കും, ഒന്ന് ഉഷാറായി വരും അല്ലെ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബില് ചുവപ്പ് മഷി ഉണ്ടല്ലോ, ആ തണ്ടിലൂടെ നമുക്ക് കാണാം ഇങ്ങനെ വെള്ളം, ആ ഒരു മഷി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ തണ്ടിലൂടെ ചുവപ്പ് കളറായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ സമയത്ത് വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തണം കേട്ടോ. രണ്ട് ട്യൂബിലെ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്, ജലമില്ലാതല്ല വെച്ചിട്ടുള്ളത്. നമ്മൾ അതിൽ വെക്കുന്ന മഷിത്തണ്ട് എന്താണ്, വാടിപ്പോകും അല്ലെ. ഒട്ടും വെള്ളം ഇല്ലാതെ പെട്ടെന്ന് തന്നെ അത് വാടിപ്പോകും. ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ചെടികള് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് അല്ലെ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിന് നിറം മാറിയത് എങ്ങനെയാണ്? ഇതിൽ വേരിന്റെ പങ്ക് എന്താണ്? ടെസ്റ്റ് ട്യൂബില് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി മഷിത്തണ്ട് എന്താണ്, ആ ഒരു മഷി വലിച്ചെടുക്കുക അല്ലെ. അതിന്റെ വേരുകളിലൂടെയാണ് ആ ഒരു മഷി അല്ലെങ്കിൽ വെള്ളം വലിച്ചെടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു മഷി വലിച്ചെടുത്ത സമയത്താണ് തണ്ടിലേക്ക് ആ ഒരു ചുവപ്പ് നിറം വന്നെത്തിയത്. കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായി എന്റെ പരിസര പഠന പുസ്തകത്തിൽ ചേർക്കൂ. ചിത്രവും വരച്ചു ചേർക്കൂ. അപ്പൊ നിങ്ങൾ കണ്ടെത്തിയ പരീക്ഷണക്കുറിപ്പായിട്ട് പരിസര പഠന പുസ്തകത്തിൽ ചേർക്കുക. അതിന്റെ ചിത്രവും വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, ചെടികൾ അവക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇത് അവയുടെ വളർച്ചക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിന്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വെക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ഇനി വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? തണ്ട്, ഇല, വേര്. അതിൽ തണ്ടിൻ്റെത് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ഇനി ഇല, വേര് ഇവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ? സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. പിന്നെയോ സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇലയും വേരും ചെയ്യുന്ന ധർമ്മങ്ങൾ വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക. ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇല സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലേ, എന്താണ്? മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. ഇതുപോലെ വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക. അടുത്ത പ്രവർത്തനം നോക്കൂ. ഇലകളുടെ വൈവിധ്യം. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ എന്താണ്, ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ചിട്ട് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തിയ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തുമ്പ തന്നിട്ടുണ്ട് അല്ലേ. തുമ്പയുടെ ആകൃതി എന്താണ്? നീണ്ടു കൂർത്തതാണ് അതിന്റെ ഇല. മണമുണ്ടോ? മണമുണ്ട് അല്ലേ. നിറം പച്ചയാണ്. ഇതുപോലെ ഇനിയും നിങ്ങൾ സസ്യങ്ങളിൽ കണ്ടെത്തിയിട്ട് അതിന്റെ ഇലയുടെ ആകൃതി, മണം, നിറം ഇവ ഒരു പട്ടികയിൽ എഴുതിയിട്ട് പൂർത്തിയാക്കുക. എന്നിട്ട് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയെന്ന് നോക്കുക. ഏതെല്ലാം ചെടികൾ നമുക്ക് ഇതുപോലെ കണ്ടെത്താം? മാവ് അല്ലെ. മാവിന്റെ ഇല എങ്ങനെയാണ്? നീണ്ടു കൂർത്തതാണ്. മണമുണ്ട് അല്ലെ. മാവിന്റെ ഇല മണത്ത് നോക്കിയിട്ടില്ല മക്കള്? മണമുണ്ട്. നിറം പച്ചയാണ്. താമരയുടെ ഇല എങ്ങനെയാണ്? വൃത്താകൃതിയിലാണ്. മണം പ്രത്യേക മണമില്ല. പച്ചയാണ് നിറം. വാഴ വലുപ്പമുള്ളതും നീളമുള്ളതുമാണ്. ഇല പ്രത്യേക മണമില്ല. നിറം പച്ച. തുളസി ചെറുതും വൃത്താകൃതിയും. മണമുണ്ടോ? മണമുണ്ട്. പച്ച നിറമാണ്. പിന്നെ പ്ലാവ് വൃത്താകൃതിയിലുള്ളത്. പ്രത്യേക മണമില്ല. പച്ച നിറം. അപ്പൊ ഇനിയും നിങ്ങൾ എന്താണ്, ഒരുപാട് ചെടികൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് സസ്യങ്ങൾ ഉണ്ടാവും. അതിന്റെ ഇലകൾ കണ്ടെത്തിയിട്ട് ഇതുപോലെ പട്ടിക പൂർത്തിയാക്കുക. ഇനി ഇലകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾ കണ്ടെത്തിയത്? നിറത്തിൽ വൈവിധ്യമുണ്ട്, ആകൃതിയിൽ വൈവിധ്യമുണ്ട്, വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്, മണത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെയോ സ്ഥിരാവിന്യാസം വ്യത്യാസമുണ്ട്, കട്ടി കൂടിയതും കുറഞ്ഞതുമുണ്ട്. അപ്പൊ ഈ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതി കൊടുക്കുക. അടുത്ത നിങ്ങൾ ചെയ്തു നോക്കേണ്ട ഒരു പ്രവൃത്തിയാണ് കേട്ടോ മക്കളെ. എന്താണ്? ഇലകൾ പേപ്പറിനടിയിൽ വെച്ചിട്ട് ക്രയോൺസ് ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കുക. പാറ്റേണുകൾ നിരീക്ഷിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇലകൾ ഒരു പേപ്പറിന്റെ അടിയിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ക്രയോൺസ് ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ വരച്ച് നോക്കിയാൽ എന്താണ്, ഇലയുടെ രേഖാചിത്രം വരും. എന്നിട്ട് അതിലെ പാറ്റേണുകൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വരച്ചു കഴിഞ്ഞാല് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലകൾ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ പാറ്റേണുകൾ നിരീക്ഷിക്കുക.
ഇലരൂപങ്ങൾ. വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്ക് നിർമ്മിക്കാം. കണ്ടോ മക്കളെ, ചിത്രം കണ്ടില്ലേ? വിവിധ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങളാണത്. എന്തൊക്കെയുണ്ട്? എലിയുണ്ട്, പിന്നെയോ മൂങ്ങയുണ്ട്, തത്തയുണ്ട്, അല്ലെ? ഇതുപോലെ നിങ്ങളോട് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പൂക്കളിലെ വൈവിധ്യം. പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? എഴുതൂ. പൂക്കൾ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ആർക്കെല്ലാം ഉണ്ട് മക്കളെ? തേനീച്ചക്ക് തേൻ ലഭിക്കുന്നു. പിന്നെയോ പൂക്കളിൽ നിന്നാണ് പഴങ്ങളും കായ്കളും ഉണ്ടാകുന്നത്. പൂക്കൾ നമുക്ക് സന്തോഷം നൽകുന്നു. മനുഷ്യർ അലങ്കാരത്തിന് പൂക്കൾ ഉപയോഗിക്കുന്നു. പക്ഷികള്, പ്രാണികള്, പൂമ്പാറ്റ് എന്നിവ പൂക്കളെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. മരുന്നായി ചില പൂക്കൾ നാം ഉപയോഗിക്കുന്നു. പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനുള്ള സൗകര്യം പൂക്കൾ ഒരുക്കുന്നു, അല്ലെ? ഇതെല്ലാം എന്താണ്? പൂക്കളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പൂക്കൾ പലവിധം. താഴെ നോക്കൂ, കുറച്ച് നല്ല ഭംഗിയുള്ള പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ മക്കളെ? ഏതൊക്കെ പൂക്കളുടെ പേര് അവിടെ കാണുന്നത്? മുല്ലപ്പൂവ്, പത്തുമണിപ്പൂവ്, അല്ലെ? ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതൂ. മണത്തിലും നിറത്തിലും ആകൃതിയിലും അല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കൂടുതൽ പൂക്കളെ നിരീക്ഷിച്ച് എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതുക. എന്നിട്ടോ മണത്തിലും നിറത്തിലും ആകൃതിയിലും അല്ലാതെ മറ്റേതെല്ലാം തരത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിട്ടുള്ളതെന്ന് എഴുതുക. അതുപോലെ തന്നെ കൂടുതൽ പൂക്കൾ നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പൂക്കളുടെ പേരെന്തൊക്കെയാണ്? ആദ്യത്തേത് റോസാപ്പൂവ്, പിന്നെയോ കൊന്നപ്പൂവ്, മുല്ലപ്പൂവ്, പത്തുമണിപ്പൂവ്, സീനിയപ്പൂവ്, ചെണ്ടുമല്ലിപ്പൂവ്. നോക്കൂ, പൂക്കാത്ത സസ്യങ്ങളും. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? അന്വേഷിച്ചറിയോ. ഏതൊക്കെയാണ് മക്കളെ സസ്യങ്ങള്? പന്നൽ ചെടിയുണ്ട്, ക്രിസ്മസ് ട്രീ, മോസ്, അതായത് പൂപ്പലും മതിൽ പച്ചയും നമ്മുടെ മതിൽ കാണില്ലേ, ഒരു പായൽ പോലെ, അതാണ് കേട്ടോ. പിന്നെയോ ഈന്ത്. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? അന്വേഷിച്ചറിയോ. ചെടിക്ക് പൂക്കൾ നൽകുന്ന ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങളിൽ പൂക്കൾ ഉണ്ടാക്കാത്ത സസ്യങ്ങളും ഉണ്ട്. പായലുകൾ, ആൽഗകൾ, ഫംഗസുകൾ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ചില സസ്യങ്ങൾ പൂക്കാറില്ല. സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂ ഉണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല. എല്ലാ പൂക്കളും എല്ലാ ചെടികളും എന്താണ്? പൂക്കുന്നുമില്ല. പൂക്കൾ കായായിട്ട് മാറുന്നില്ല, അല്ലെ? പൂക്കളൊന്നും ഉണ്ടാവാത്ത ഇലയും എന്താണ്? വേരും തണ്ടും ഇലയും മാത്രമായിട്ടുള്ള ചെടികളും അല്ലെങ്കിൽ സസ്യങ്ങളും ഉണ്ട്. ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? ഇത് ഏതാണ് സസ്യം എന്നറിയോ മക്കളെ? ഇവിടെ കൊടുത്തിട്ടുള്ളത് കള്ളിമുൾ ചെടിയാണ്. മക്കൾ ഇത് കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകത എന്നറിയോ? ജലം കുറവുള്ള ഇടങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ കള്ളിമുൾച്ചെടിയുണ്ട്, അതുപോലെ നീലക്കുറിഞ്ഞുണ്ട് കേട്ടോ മക്കളെ. കള്ളിമുൾച്ചെടി എങ്ങനെയാണ്? തണ്ട് ഇലകളെ പോലെ രൂപപ്പെട്ടിരിക്കുന്ന ചെടി കണ്ടിട്ടുണ്ടോ? ജലം കുറവുള്ള പ്രദേശങ്ങളിലും ഈ ചെടിക്ക് വളരാൻ കഴിയും. ഇല ചെയ്യുന്ന ജോലി തണ്ട് തന്നെ ചെയ്യുന്നു. ഇത് ഇല ചെയ്യുന്ന ജോലിയും എന്താണ്? തണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യമാണ് നീലക്കുറിഞ്ഞി പൂവ്. നീലക്കുറിഞ്ഞി പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് മനോഹര കാഴ്ചയാണ്. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം തന്നെ എന്താണ്? നീലക്കുറിഞ്ഞിയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. അതിങ്ങനെ മൊത്തം ഇങ്ങനെ പൂത്ത് കഴിഞ്ഞാല് ഒരു 3 മാസം വരെ വാടാതെ നിൽക്കും. ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ മനോഹര കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ ഒരു 12 വർഷത്തിൽ പൂക്കുന്ന ഒരു പൂവായത് കാരണം തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു സമയത്ത് പോകാറുണ്ട്. നോക്കൂ, സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് മക്കളെ? തണല് നൽകുന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെ അറിയാം? പക്ഷികള്, ചെറുജീവികള് തുടങ്ങിയവർക്ക് വാസസ്ഥലം നൽകുന്നു. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിനായി ഇലകള്, കായ്കള് തുടങ്ങിയവ ലഭിക്കുന്നു. ശുദ്ധവായു ലഭിക്കുന്നതിന് സഹായിക്കുന്നു. പല സസ്യഭാഗങ്ങളും മരുന്നായി ഉപയോഗിക്കുന്നു. മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങള്? തണല് നൽകുന്നുണ്ട്. പക്ഷികൾക്കും ചെറുജീവികൾക്കും വാസസ്ഥലങ്ങൾ നൽകുന്നു. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിനായിട്ട് ഇലകൾ, കായ്കൾ തുടങ്ങിയവ ലഭിക്കുന്നുണ്ട്. ശുദ്ധവായു ലഭിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല സസ്യഭാഗങ്ങളും മണ്ണൊലിപ്പ് തടയാനും സഹായിക്കുന്നുണ്ട്, അല്ലെ? സസ്യങ്ങളെ വച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് സംരക്ഷിച്ച് നമ്മുടെ
ഭൂമിയെ ഹരിത ഭൂമിയായിട്ട് നിലനിർത്തട്ടാ. അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണത്. വിലയിരുത്താം. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് എഴുതുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ പ്രത്യേകതകളും എഴുതുക. ഇവിടെ 3 സസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ സസ്യങ്ങൾ എന്നറിയാമോ മക്കളെ? അവ കണ്ടെത്തി എഴുതുക. അതുപോലെ തന്നെ കൂടുതൽ ഉദാഹരണങ്ങളും എഴുതുക. അവ ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ പ്രത്യേകതകളും എഴുതുക. തുമ്പ എന്താണ്? ഔഷധികൾ എന്ന വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ് തുമ്പ. പ്രത്യേകതകൾ: ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂവുള്ള സസ്യം, കാഠിന്യം കുറഞ്ഞ തണ്ടുകള്, കുറഞ്ഞ കാലം നിലനിൽക്കുന്നു. രണ്ടാമത്തത് എന്താണ്? റോസ്. കുറ്റിച്ചെടികളുടെ കൂട്ടത്തിലാണ് റോസ് ഉൾപ്പെടുന്നത്. പ്രത്യേകതകൾ: കാഠിന്യമുള്ള തണ്ടുകൾ, പല നിറത്തിലുള്ള പൂക്കൾ കാണപ്പെടുന്നു, കൂടുതൽ കാലം നിലനിൽക്കുന്നു. തെങ്ങ്. മരങ്ങളുടെ കൂട്ടത്തിലാണ് തെങ്ങ് ഉൾപ്പെടുന്നത്. പ്രത്യേകതകൾ: വളരെ കാഠിന്യമുള്ള തടി, വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്നു, ഉയരത്തിൽ വളരുന്ന സസ്യം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് കേട്ടോ മക്കളെ. എന്താണ്? പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. നിങ്ങൾ ഈ നിറം തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ നിങ്ങൾ ഇതിന് നിറം കൊടുക്കുക. എന്നിട്ട് എന്തുകൊണ്ട് ഈ പൂച്ചെടികൾ ഈ നിറം തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. എങ്ങനെയാണ്? ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികള്, പല നിറത്തിൽ പൂക്കളുള്ള ചെടികൾ എന്നിങ്ങനെയാണ് തരംതിരിക്കേണ്ടത്. ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികൾ ഏതൊക്കെയാണ്? തുമ്പയുണ്ട്, മുല്ലയുണ്ട്, കണിക്കൊന്ന, മുക്കുറ്റി, സൂര്യകാന്തി, നിശാഗന്ധി, നന്ദ്യാർവട്ടം. ഇവയ്ക്കെല്ലാം എന്താണ്? ഒരൊറ്റ നിറത്തിൽ മാത്രമേ പൂക്കളുള്ളൂ അല്ലെ? ഇനി പല നിറങ്ങളിൽ പൂക്കളിൽ ഏതൊക്കെയാണ്? ചെമ്പരത്തി. ചെമ്പരത്തി ചുവപ്പ് മാത്രമാണോ? അല്ല അല്ലെ. മഞ്ഞ കണ്ടിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ട്, വെള്ള നിറത്തിലുണ്ട്, കടും ചുവപ്പ്, ഇളം ചുവപ്പ് ഒക്കെ ഉണ്ട് അല്ലെ. റോസ് അതുപോലെ തന്നെ കടും റോസ്, ഇളം റോസ്, മഞ്ഞയുണ്ട്, അതുപോലെ തന്നെ വെള്ളയുണ്ട്, അതുപോലെ തന്നെ തെച്ചിയും ഉണ്ട് അല്ലെ. വെള്ള, റോസ്, ചുവപ്പ്, അങ്ങനെ പല നിറത്തില്. ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡ് ഒരുപാട് കളറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഡാലിയ, അതുപോലെ ഡാലിയ ഉണ്ട്. താമര വെള്ളയുണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളറ്, നല്ല ഒരു എന്താ പറയാ, നല്ലൊരു വയലറ്റിനോട് ചേർന്നുള്ള കളറുണ്ട് അല്ലെ. പിന്നെ ചെണ്ടുമല്ലി, ഇതൊക്കെ പല നിറങ്ങളിലെ പൂക്കളാണ്. ഇനി കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ എഴുതി ചേർക്കുക. ഇനി നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി? ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്ക് ചുറ്റും ജീവജാലങ്ങൾക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണിത്. നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി? ചിത്രം വരച്ചിട്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തുക. തണ്ട്, ഇല, കായ, പൂവ് ഇതൊക്കെ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്ക് ചുറ്റും മറ്റു ജീവജാലങ്ങൾക്കും എപ്രകാരമാണ് പ്രയോജനപ്പെടുന്നു എന്നുകൂടി എഴുതുക. ഈ പാഠത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ നോക്കൂ. പരിസരത്തുള്ള ഏതെങ്കിലും 5 സസ്യങ്ങൾ കണ്ടെത്തി താഴെ പറയുന്ന വിവരങ്ങൾ ചേർത്ത് ഹരിതക്കാട് നിർമ്മിക്കുക. ഹരിതക്കാടിൽ എന്തെല്ലാമാണ് വേണ്ടത്? സസ്യത്തിന്റെ പേര്, ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു, ഔഷധിയാണോ, കുറ്റിച്ചെടിയാണോ, മരമാണോ, നടാൻ ഉപയോഗിക്കുന്ന ഭാഗം, ഇലയുടെ പ്രത്യേകതകൾ, പൂവിന്റെ പ്രത്യേകതകൾ, കാണ്ഡത്തിന്റെ പ്രത്യേകതകൾ. ഇതെല്ലാം എന്താണ്? ഒരു ഹരിതക്കാടിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് മക്കളെ ഹരിതക്കാട് തയ്യാറാക്കാന്ന് നോക്കിയാലോ? ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ കാശിത്തുമ്പയാണെന്നുണ്ടെങ്കിൽ സസ്യത്തിന്റെ പേര് കാശിത്തുമ്പ എന്ന് കൊടുക്കുക. ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഔഷധിയാണ് അല്ലേ. അപ്പൊ അത് എഴുതി കൊടുക്കുക. പിന്നെ നടാൻ ഉപയോഗിച്ചത് എന്താണ്? അപ്പൊ നമ്മൾ വിത്ത് വെച്ചിട്ടാണ് അത് നടുന്നത്. പിന്നെ നീണ്ടു കൂർത്ത ചെറിയ ഇലകൾ, നടാൻ ഉപയോഗിക്കുന്ന ഭാഗം നീണ്ടു കൂർത്ത ചെറിയ ഇലയുടെ പ്രത്യേകതകളാണ് നീണ്ടു കൂർത്ത ചെറിയ ഇലകൾ. പൂവിന്റെ പ്രത്യേകതകൾ ചെറിയ പൂക്കളാണ്. കാണ്ഡത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? കനം കൂടിയ ദുർബലമായ തണ്ട്. കനം ഉണ്ടാവും എന്നാലോ ദുർബലമായിട്ടുള്ള തണ്ട്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെടികളെ കണ്ടെത്തിയിട്ട് അതിന്റെ ഹരിതക്കാട് നിർമ്മിക്കേണ്ടത്. ഇനി പല നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി, റോസ് തുടങ്ങിയ ചെടികൾ കണ്ടിട്ടില്ലേ? ഒരേ ചെടിയുടെ വ്യത്യസ്ത ഇനങ്ങളാണല്ലോ അവ. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഇനം ചെടികൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വെച്ച് പിടിപ്പിക്കുക. മക്കള് എല്ലാവരും തനിയെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. തനിയെ എന്നല്ല, നിങ്ങൾ നിങ്ങളുടെ തോട്ടങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതുപോലെ ചെയ്യാം. അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ മക്കൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യട്ടോ മക്കളെ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായോ? ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ മക്കൾക്ക്? ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടോ കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.